الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുഴു സമയങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. കരുണാഭാരതിയായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഒന്നാമത്തെ അനുഗ്രഹം മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ജാഹിലിയത്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാത്തവന് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാവുകയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത് കാണാനുണ്ട്. അപ്പോൾ ഇസ്ലാം അല്ലാത്ത സംഗതികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായ, വളരെ സുതാര്യമായ ഒരു വിശ്വാസവും ആരാധനയും സംസ്കാരവുമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഏത് നാട്ടിലെയും ഏത് പ്രകൃതിയിലുള്ള മനുഷ്യർക്കും ഉൾക്കൊള്ളാനും അനുസരിക്കാനും ആചരിക്കാനും കഴിയുന്ന വിശ്വാസ ആചാര സംസ്കാരമാണ് ഇസ്ലാം. കാരണം അത് അള്ളാഹുവിന്റെ മതമാണ്, അള്ളാഹുവാണ് അത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ കാരണം. ഒരു മുസ്ലിമിനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുന്നത്
ഏറ്റവും അനുകരണീയനായ ഒരു മനുഷ്യനായി മാറ്റുന്നത് അള്ളാഹു അവന് നിർദ്ദേശിച്ച ആരാധനാ കർമ്മങ്ങളാണ്. ഇബാദത്തുകൾ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും അതിന്റെ ഗുണങ്ങളും നന്മകളും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ ഈ ഖുർആൻ ആർക്കുള്ളതാണ് എന്ന് പറയുന്നിടത്ത്, ഇതാർക്കാണ് ഉപകരിക്കുക എന്ന് പറയുന്നിടത്ത് നമ്മോട് പഠിപ്പിച്ചത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഈ വേദഗ്രന്ഥം ഇത് മുത്തഖീകൾക്ക് മാർഗദർശനമാണ്. മുത്തഖികൾ അഥവാ സൂക്ഷ്മാലുക്കൾ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണ് മുത്തഖികൾ. അവർക്ക് മാത്രമാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മാർഗദർശനം, അതിന്റെ വെളിച്ചം ലഭിക്കുകയുള്ളൂ എന്നതാണ്. എന്നിട്ട് ആ മുത്തഖികളുടെ അടയാളമായിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂനസ് സ്വലാഹ്. അതങ്ങനെ തുറന്നു പോവാൻ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അള്ളാഹുവിന്റെ അദൃശ്യമായ ഈമാനിൽ അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അഥവാ അള്ളാഹു ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ മലക്കുകൾ, സ്വർഗം, നരകം, ഖബർ, ജീവിതം തുടങ്ങി അവർ കാണാത്ത അള്ളാഹു പറഞ്ഞു തരുന്ന അദൃശ്യമായ കാര്യങ്ങളിൽ, ഗൈബിൽ അഭൗതികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. എന്നിട്ട് രണ്ടാമതായി അള്ളാഹു എടുത്ത് പറഞ്ഞത് വയഖീമൂനസ് സ്വലാഹ്, അവർ നമസ്കാരം നിലനിർത്തുന്നവരും ആണ് എന്നാണ്. അപ്പൊ ഒരാൾ മുത്തഖിയാവാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഭക്തനാവാൻ ഉണ്ടാവേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ വിശ്വാസമാണ് പറഞ്ഞത്. രണ്ടാമത്തെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഒന്നാമതായി എണ്ണി പറഞ്ഞ നമസ്കാരമാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ, ഇസ്ലാം 5 കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നീ സാക്ഷ്യം വഹിക്കലാണ് അതിലൊന്ന്. വഅഖാമസ് സ്വലാഹ്, രണ്ടാമത് പറഞ്ഞ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ തൂണിൽ ഏറ്റവും ബലമുള്ളതും പ്രധാനമുള്ളതുമായ തൂണാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് മുത്തഖിയാവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. തഖ്വയുടെ ഒന്നാമത്തെ മാർഗമാണത് എന്നാണ്. നോക്കൂ, മാത്രമല്ല ആ നമസ്കാരം അത് നിർവഹിക്കുന്നവനാണ് മുസ്ലിം. നിസ്കാരമില്ലാത്തവൻ മുസ്ലിമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി പറയുകയും ഉണ്ടായി. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്, നമ്മുടെയും അഥവാ മുസ്ലിങ്ങളുടെയും അതല്ലാത്ത ആളുകളുടെയും ഇടയിലുള്ള ഒരു കരാറ്, അത് നമസ്കാരമാണ്. ഫമൻ തറക്കഹ, ആരത് ഉപേക്ഷിക്കുന്നുവോ ഫഖദ് കഫറ, അവൻ കാഫിറായി. അല്ലല്ലാന്ന് പറയണ്ട, പരലോകമില്ല, പടച്ചോനില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരാള് മനഃപൂർവ്വം സമയവും ആരോഗ്യവും സാഹചര്യവും ബുദ്ധിയും എല്ലാം ഉണ്ടായിട്ടും ഞാൻ നിസ്കരിക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ കാഫിറായി. അത് ഒരു നേരമായാലും ശരി, ജീവിതകാലം മുഴുവൻ വേണ്ട, ഒരു നേരം ഞാൻ നിസ്കരിക്കൂല, ഞാൻ നിസ്കരിക്കണ്ട എന്ന് അവൻ തീരുമാനിച്ച അവൻ അപ്പോൾ കാഫിറായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുഅ്മിനിന്റെയും അതുപോലെ തന്നെ കാഫിറിന്റെയും ഇടയിലുള്ള ബലിഷ്ഠമായ ഒരു കരാറാണ്, അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ് നമസ്കാരം എന്നത്. അത് നിർവഹിക്കാതിരുന്നാൽ അവൻ കാഫിറായി പോകുമെന്ന് അത്ര ഗൗരവമുള്ള സംഗതിയാണ്. റമളാനിലൊക്കെ നമ്മുടെ പള്ളിയിൽ വളരെ ഉഷാറായിരുന്നു. നമ്മുടെ നല്ല പൊതു പള്ളികളിലൊക്കെ റമളാന് ഭയങ്കര ഉഷാറാണ് അല്ലെ. 12 മണിയാകുമ്പോഴത്തേനും എല്ലാവർക്കും വന്ന് പള്ളിയിലൊക്കെ അങ്ങനെ ഇരുന്ന് ഖുർആനൊക്കെ ഓതി നിസ്കാരം കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, അന്ന് നമുക്ക് ഈ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു.
അന്ന് നമുക്ക് ഈ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം നമ്മുടെ മനസ്സിലത് വേണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് സ്വന്തം വേറൊരുത്തന്റെ കീഴിൽ പണിയെടുക്കുന്നവനല്ല, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇമാമി മെമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധം, നമസ്കാരത്തിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ, നമ്മൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് അള്ളാഹു തീരുമാനിക്കുന്ന ശക്തമായ ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് കയറേണ്ടതുണ്ട്. മാത്രമല്ല, നമുക്ക് ഈ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബുദ്ധിയും കച്ചവടം ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന റബ്ബാണ് നമ്മളോട് പറയുന്നത്, ജുമഅക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, ആ ജുമഅയിലേക്ക് നിങ്ങൾ നിങ്ങൾ ഓടിച്ചെല്ലണം എന്നാണ്. ജുമഅക്ക് വരുന്നത് വേഗതയിൽ, എത്രയും വേഗം പള്ളിയിലെത്തണം എന്ന രീതിയിൽ എങ്ങനെയാണോ വരാൻ പറ്റുക അങ്ങനെ വരണം എന്നാണ് ഫസ്ഔ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നെങ്കിൽ ഒരു നല്ല ഒരു മനുഷ്യനെ ആ നമസ്കാരം വാർത്തെടുക്കും. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. തീർച്ചയായും നമസ്കാരം അത് നീചമായ വൃത്തികളിൽ നിന്നും വൽമുൻകരി നിഷിദ്ധമായ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ആ നമസ്കാരം നമസ്കാരക്കാരനെ തടഞ്ഞു നിർത്തും. അതെ, കൃത്യമായി നമസ്കരിക്കുന്ന, അള്ളാഹു പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിന്റെ വുളൂ മുതൽ സലാം വീട്ടുന്നത് വരെയുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ഖുശൂഅോടുകൂടി നിർവഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഉണ്ടാവും. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം, അവരുടെ നോട്ടത്തിലും കേൾവിയിലും ഉണ്ടാവും, അവരുടെ വസ്ത്രത്തിലുണ്ടാവും, അവരുടെ പെരുമാറ്റത്തിലുണ്ടാവും, അവരുടെ നടത്തത്തിലുണ്ടാവും, അവരുടെ കൊടുക്കൽ വാങ്ങലുകളിലും ബന്ധങ്ങളിലും ഉണ്ടാവും. എല്ലായിടത്തും ആ നമസ്കാരം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ്. അതില്ല എങ്കിൽ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാരണം നമസ്കാരം ശരിയായിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വെറുതെ ഒരു കവാത്ത് പോലെ, എക്സസൈസ് പോലെ, ഒരു ചടങ്ങ് പോലെ അതിങ്ങനെ നിർവഹിച്ച് വെറുതെ അങ്ങനെ വന്നിട്ടങ്ങ് നിർവഹിച്ചു പോയ സ്വർഗം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ചെയ്യുന്നു. അതല്ലാതെ നമസ്കാരത്തിന്റെ കർമ്മങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളും ഒന്നും കൃത്യമായി ഉൾക്കൊള്ളാതെയുള്ള നമസ്കാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ആ വിശുദ്ധി നമസ്കാരക്കാരിൽ കാണാത്തത്. മാത്രമല്ല, നമസ്കാരം എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ല. മുത്തഖികളുടെ അടയാളം നമസ്കാരമാണെങ്കിൽ അല്ലാഹു തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ വിഷയമാണെങ്കിലും അതിൽ നിന്ന് അവർക്ക് പുറത്തേക്കുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കും. അതെ, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത രൂപത്തിലൂടെ അല്ലെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു റാലി നടത്തി. എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? നമ്മുടെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു റാലിയായിരുന്നു അത്. അന്ന് ചില ആളുകളൊക്കെ കമന്റ് പറഞ്ഞത്, ഇനിയിപ്പോ എന്താ നടത്തിയില്ല, എന്താ കാര്യം, അത് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു, ഇനിയിപ്പോ എന്താ മാറ്റം ഉണ്ടാവുക അല്ലേ? മാറ്റം ഉണ്ടായോ? ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? അതാ പറഞ്ഞു, നിങ്ങൾ ദുനിയാവിന്റെ കണ്ണോടെ അള്ളാന്റെ പ്രവർത്തികൾ കാണാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു തവക്കലായി നിങ്ങൾ ജീവിച്ചാൽ എന്തൊരു വിഷയമാണെങ്കിലും അതിന് നിങ്ങൾ പുറത്തേക്കുള്ള വഴിയൊക്കെ തുറന്നു തരും. ആ വിധി പ്രഖ്യാപിച്ചു അഭിപ്രായം വരുന്നത് മുസ്ലിം ജഡ്ജിമാരൊന്നുമല്ല, മൗലവിമാരാണോ സുപ്രീം കോടതിയിൽ അഭിപ്രായം പറഞ്ഞത്? അല്ല, അല്ലെ? ആ മനസ്സ് അങ്ങനെ ചിന്തിക്കാൻ, നീതിയോടെ ധർമ്മത്തോടെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചതാരാ? ആ മനസ്സുകളെ നിയന്ത്രിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ നാം കാര്യങ്ങൾ
നമ്മുടേതായ ദൃഷ്ടിയിൽ കാണാൻ പാടില്ല. തഖ്വയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇനി തിരിച്ചും അതിന്റെ ഫൈനലായ തീരുമാനവും അള്ളാഹു നീതിയുക്തമായി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഇബാദത്തും നമ്മുടെ രീതികളും ശരിയാണെങ്കിൽ നമ്മുടെ വഴികൾ അള്ളാഹു വിശാലമാക്കി തരും. അതാ പറഞ്ഞു, ഏതൊരാളെ തഖ്വയോടുകൂടി നിലകൊള്ളുന്നുവോ അവന് അള്ളാഹു ഒരു വഴി തുറന്നു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തികളാണെങ്കിൽ, സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിന്റെ വിഷയങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും. വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടെ വിഷയങ്ങൾ തുറന്നു കൊടുക്കും. അപ്പൊ കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചത് നിസ്കരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആകപ്പാടുണ്ടായിരുന്ന ഒരു ആൺകുട്ടി ഇബ്രാഹിം എന്ന കുഞ്ഞ്, അതുകൂടെ മരിച്ചു പോയപ്പോൾ ശത്രുക്കൾ വളരെ സന്തോഷിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ നബിയെ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് അബുത്തർ അബുത്തർ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ പരിഹസിക്കേണ്ടായി. നബിന്റെ മനസ്സ് വല്ലാതെ വേദനായി. അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എങ്ങനെയാ? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയേ, അങ്ങേക്ക് നാം ധാരാളം നൽകിയിട്ടുണ്ടല്ലോ. നബിയേ, അങ്ങേക്ക് നാം ധാരാളം നൽകിയിട്ടുണ്ടല്ലോ. അവിടത്തേക്ക് പേരും പുകഴും സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും സ്നേഹവും അന്ത്യനാൾ വരെ എല്ലാ മനുഷ്യരും അങ്ങേ ജീവിതത്തിലെ ഇഞ്ചോടിഞ്ച് പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന അത്ര അധികം ഫാൻസിനെ, ഒരു ഉമ്മത്തിനെ അള്ളാഹു ലോകത്തൊരു മനുഷ്യനും കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയുമില്ല. അല്ലെ, നമ്മള് ഒരാളെ ഇഷ്ടപ്പെടുന്നു, സ്പോർട്സ് ആവട്ടെ മറ്റെന്താവട്ടെ, അയാളെ നമ്മൾ ആ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, അയാളുടെ ജീവിതം നമ്മൾ ഫോളോ ചെയ്യാറില്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ, നബി എങ്ങനെ മുടി വെട്ടി, എങ്ങനെ നഖം മുറിച്ച്, നബി എങ്ങനെ നടന്നു, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവൻ കോപ്പിയാക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ആളുകൾ. കാരണം അത് പുണ്യമാണ്. അതുപോലെ തുറന്ന ഒരു ബുക്ക് നബിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. കുടുംബജീവിതമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏതെങ്കിലും കാര്യം നബിയുടെ ഹൈഡായിട്ടില്ല. എല്ലാം ഓപ്പണാ. ഇങ്ങനെ എനിക്കൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ജീവിതം അങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇന്ന് ലോകത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓപ്പൺ ആണോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട് എന്ന്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിൽ അള്ളാഹു നബിയോട് പറഞ്ഞതാ, ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ നമസ്കരിക്കുക, ധാരാളം സുജൂദ് അർപ്പിക്കുക. നബിയെ, നമസ്കാരത്തിൽ നിങ്ങൾ അഭയം തേടൂ. എല്ലാ വിജയത്തിന്റെയും മാർഗമാണ് നമസ്കാരം. എല്ലാ വിജയത്തിന്റെയും, എല്ലാ ധൈര്യത്തിന്റെയും, സമാധാനത്തിന്റെയും മാർഗമാണ് സുജൂദ്. അതുകൊണ്ട് നബിയെ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് മടങ്ങിക്കോ. ആ വിഡ്ഢികളുടെ വാക്കിന് നിങ്ങൾ ചെവി കൊടുക്കേണ്ട നബിയെ. അപ്പോൾ നമുക്ക് എന്ത് ദുരിതമുണ്ടായാലും, ദുഃഖമുണ്ടായാലും, പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ മടങ്ങേണ്ടത് നമസ്കാരത്തിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രാത്രിയിൽ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ, മുസ്ലിങ്ങൾ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ സന്ദർഭമായിരുന്നു ബദർ. അപ്പുറത്ത് 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ശത്രുക്കൾ ആടിയും പാടിയും രസിച്ചും കഴിയുമ്പോ ഇവിടെ പട്ടിണിപ്പാവങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആയുധം പോലുമില്ലാത്തവർ തളർന്നുറങ്ങുകയാണ്. ഇവർ രണ്ടു കൂട്ടരും തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാതെ റബ്ബിന്റെ മുമ്പിൽ നമസ്കാരത്തിൽ അഭയം തേടുകയാണ്. അവിടെ റബ്ബിന്റെ മുമ്പിൽ റുകൂഉം സുജൂദുമായി പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുകയാണ്. ആ ബദറിന്റെ വിജയം അല്ലാഹു ഉറപ്പു നൽകുന്നു. അതേപോലെ തന്നെ മദീന എന്ന് പറയുന്ന ഒരു കൊച്ചു തുരുത്ത്, ഒരു ചെറിയ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിനെ ചുറ്റിക്കൊണ്ട് അന്ന് കാണാവുന്ന ഏറ്റവും വലിയ സൈന്യം, 1,00,000-ലധികം സൈന്യങ്ങള് ആ മദീനയുടെ ചുറ്റുമിങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ആ മദീനയെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് എന്താ അവരുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. അല്ലെ, യഹൂദരും നസാറാക്കളും മുശ്രിക്കുകളും എല്ലാവരും ഒരുമിച്ചുകൂടി ആ മദീനയ്ക്ക് ചുറ്റും തമ്പടിച്ചപ്പോ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയാണ്, നമസ്കാരത്തിന്റെ അഭയം തേടുകയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. അതെ, ഒരു യുദ്ധം പോലും ഇല്ലാതെ അള്ളാഹു അവരെ ഭയപ്പെടുത്തി കൊടുങ്കാറ്റടിപ്പിച്ചുകൊണ്ട് അവിടെ സകലവും പാറിപ്പറന്നു പോകുന്ന ജീവൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചോടിക്കൊണ്ട് അവർ തുരത്തിയോടിച്ചു റബ്ബ്. അതെന്തുകൊണ്ടാണ് നേടിയത്? നമസ്കാരം കൊണ്ടാണ് നബി നേടിയത്, പ്രാർത്ഥന കൊണ്ടാണ് റസൂലുള്ളാഹി നേടിയത്. അതേപോലെ തന്നെ നാളെ മഹ്ശറിൽ കോടാനക്കോടി മനുഷ്യൻ നബിയുടെ അടുക്കൽ പോയി കരയുന്ന സന്ദർഭം, പ്രവാചകരെ അള്ളാഹുവിനോടൊന്ന് പറയണേ, ഞങ്ങളൊന്ന് വിചാരണയ്ക്കെടുക്കാൻ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്, അവിടെ നമസ്കാരത്തിലേക്ക് സുജൂദിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മഹ്ശറിലും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടുന്ന കർമ്മം അത് നമസ്കാരമാണ്, സുജൂദാണ്. അങ്ങനെ ഇഹത്തിലും വരത്തിലും നമ്മുടെ രക്ഷയുടെ നിദാനമാണ്, മാർഗമാണ് നമസ്കാരം. വേറെ ഒന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ നമസ്കാരം കൃത്യമാണെങ്കിൽ അതിൽ നമ്മുടെ മനസ്സമ്മാനവും തുറന്നു വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാതും നേടാൻ കഴിയും, എല്ലാതും നമുക്ക് ആർജിക്കാൻ കഴിയും. അതാണ് സ്വഹാബത്തുൽ കിറാമിന്റെ വിജയം. അതാ റോമയുമായി യുദ്ധം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ, റോമിന്റെ തീരത്ത് മുസ്ലിം സൈന്യങ്ങൾ തമ്പടിച്ച സന്ദർഭത്തിൽ, ഇന്നത്തെ ഏറ്റവും വലിയ ശക്തിയായ യൂറോപ്യൻ ശക്തിയെ പോലെ അന്നത്തെ ശക്തിയായിരുന്നു റോം. അവരുടെ ചാരന്മാർ മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ ചെകയാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി വന്നപ്പോൾ അവർ തിരിച്ചുവിട്ട് പറയാണ് ചക്രവർത്തിയോട്, നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ പകൽ യോദ്ധാക്കളാണെങ്കിൽ രാത്രിയിൽ അവർ സന്യാസികളാണ്. നമ്മളൊക്കെ സുഖമായി കിടന്നുറങ്ങുക, അവർ ഉറങ്ങല്ല, അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയി തമ്പടിച്ച് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ശക്തിയോട് ഏറ്റുമുട്ടാൻ പോയപ്പോൾ അവരുണ്ടാക്കുന്ന ആയുധം എന്താ? രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പ്രതീക്ഷയോടെ ഭയഭക്തിയോടെ റബ്ബിന്റെ മുമ്പിൽ അവരുടെ പാർശ്വങ്ങൾ ഭയത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ആ ശൈലിയിൽ നിന്ന് ഉയർന്ന റബ്ബിനോട് അവരെ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇക്കാലഘട്ടത്തിലും വിശ്വാസികളുടെ കരുത്ത് എന്ന് പറഞ്ഞ ആയുധവും ആളൊന്നുമല്ല, ഈമാനും തഖ്വയുമാണ്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾക്ക് എല്ലാ തരത്തിലും വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത് തിരിച്ചറിയാത്തതാണ് വർത്തമാന കാലഘട്ടത്തിലെ പരാജയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ യാതൊരു പാപങ്ങളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും, നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നു, യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ 5 പ്രാവശ്യം ആ നദിയിൽ കുളിക്കുന്നു. ആ മനുഷ്യൻ എങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ? ഒരു നദി, വീടിന്റെ അടുത്തൊരു നദിയുണ്ട്, ആ നദിയിൽ പോയി ഒരു ദിവസം 5 പ്രാവശ്യം ഒരാൾ കുളിക്കുക, അപ്പൊ പിന്നെ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ, അയാളുടെ മേൽ യാതൊരു അഴുക്കും ഉണ്ടാവില്ല. എങ്കിൽ അതുപോലെയാണ് 5 നേരത്തെ നമസ്കാരം. അവനിൽ നിന്ന് അല്ലാഹു എല്ലാ പാപത്തെയും നീക്കിക്കളയും. പക്ഷെ ഇവിടെ എങ്ങനെ കുളിക്കുന്നുള്ളതാ പ്രശ്നം അല്ലെ? കുളി എന്ന് പറഞ്ഞെന്തോണം? കുളിക്കുന്ന തന്നെ വെള്ളത്തിലിറങ്ങണം, അത് കുളിക്കണം. ഖുത്ബ പറയുമ്പോൾ ചിരിയും കളയൊന്നും പാടില്ല, ഖുത്ബ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ പിന്നെ ഒരാൾ കുളിക്കുക എന്ന് പറഞ്ഞാൽ അയാള് എന്താണോ അയാള് ചളി കളയാൻ, ശരീരത്തിൽ ചേറ് കളയാൻ ഉള്ളത്, സോപ്പാണോ താളിയാണോ ഷാമ്പൂ ആണോ, അത് തേച്ച് ശരീരത്തിലെ വേറെപ്പും ചെളിയൊക്കെ കളഞ്ഞ് അയാളെ നന്നായി മുങ്ങി കുളിച്ചാൽ എന്തിനാ അഴുക്ക് പോകുള്ളൂ. വെറുതെ വെള്ളത്തിലിറങ്ങി മുങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അഴുക്ക് പോവല്ല, കൂടുതൽ ദുർഗന്ധം ഉണ്ടാവുക ചെയ്യാം. ഇന്നത്തെ നമസ്കാരം എങ്ങനെയാ?
നമസ്കാരത്തിൽ ആ നമസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളും അതിന് രീതിയിൽ ചെയ്താൽ പാപങ്ങൾ കൊടുക്കും. വെറുതെ ഒരു കവാത്ത് ചെയ്താൽ വെള്ളത്തിൽ മുങ്ങി പൊന്തുന്നവരെ പോലെ ഉണ്ടാവും, അഴുക്ക് പോവില്ല. അതാണ്. അതുകൊണ്ട് കുളിയുടെ രീതി, ആ ഇബാദത്തിന്റെ രീതി നമ്മൾ ശരിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖംസു സ്വലവാത്തിൻ ഇസ്തറഹുന്ന അല്ലാഹു തആല, 5 നമസ്കാരങ്ങൾ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. ആ 5 നമസ്കാരത്തിൽ മൻ അഹ്സന വുദൂഅഹുന്ന വസലാത്തഹുന്ന വഖതഹിന്ന, ഏതൊരാള് കൃത്യമായി ഏറ്റവും നല്ല രൂപത്തിൽ ഒളൂ ചെയ്യുന്നുവോ, ഏറ്റവും നല്ല രൂപത്തിൽ ഒളൂ എടുക്കണം. പലരുടെയും ഒളൂ എടുക്കണ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര കോമഡിയാണ് അല്ലെ. ഒളൂ എടുക്കലൊക്കെ മൂക്കിൽ വെള്ളം കയറ്റിച്ചില്ല, ചിലർ മൂക്കിൽ ഇങ്ങനെ തൊടല, വെറുതെ ഇങ്ങനെ മൂക്കിൽ തൊട്ടാണ്ട് പോവോ ഇല്ല, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റണം. ചീറ്റുമ്പോ അടുത്തുള്ളവനെ നോക്കണം, അടുത്തുള്ളവന് മേത്തേക്ക് തെറിക്കാതെ രൂപത്തിലാണ് മൂക്ക് ചീറ്റേണ്ടത്. പലർക്കും അത് അറിയില്ല. ചില പള്ളികളൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് ഷർട്ടും കൈയൊക്കെ കഴുകേണ്ടി വരും ആ അടുത്ത് നിൽക്കുന്നവനെ മൂക്ക് ചീറ്റിയിട്ട്. അത് ശ്രദ്ധിക്കണം. പല പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഒന്നുകൊടുക്കുന്ന മറ്റുള്ളവന് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുവിന്റെ മുമ്പ് പല്ല് തേക്കാൻ കഴിയുമെങ്കിൽ അത് സുന്നത്താണ്. ഇല്ലെങ്കിൽ കൈ കൊണ്ടെങ്കിലും ഒന്ന് പല്ലൊന്ന് തേക്കണം. അങ്ങനെ മാത്രമല്ല, വായിലും മൂക്കിലൊക്കെ 3 പ്രാവശ്യം വെള്ളം കയറ്റി നന്നായി കൊപ്പിളിക്കാൻ നല്ല ചീറ്റണം. കൈകളൊക്കെ കഴിയുമ്പോ അത് വെറുതെ ഇങ്ങനെ പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ കാട്ടിയാൽ പോരാ, കൈ കൊണ്ട് തന്നെ കൈ കഴുകണം. പൈപ്പിന്റെ ചെറിയ ചോട്ടിൽ കൊണ്ട് കാട്ടി കഴുകലാവൂല, അത് കാട്ടലാവൂള്ളൂ. ഒന്നു ശരിയാവൂല, ഒന്നു മുഴുവൻ കൂലി കിട്ടൂല. അതുകൊണ്ട് കൈകളൊക്കെ വൃത്തിയാക്കാം. മുഖം കഴുകലും അതുപോലെ നെറ്റിയുടെ മേൽത്തടം മുതൽ താടികളിന്റെ അടിവരെയും ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെയുമുള്ള ഭാഗം നന്നായിട്ട് കഴുകണം. 3 പ്രാവശ്യം കഴുകണം. അതേപോലെ തന്നെ കൈകളെ കഴുകുമ്പോൾ കൈമുട്ടിന്റെ ചുരുക്കുകളൊക്കെ നിവർത്തി അതിനൊക്കെ വെള്ളം ചേരുന്ന രൂപത്തിൽ കഴുകണം. ഒരൽപ്പം കയറ്റി കഴുകുകയും വേണം. അതേപോലെ തല തടവുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുകൽ 3 പ്രാവശ്യവും തടവൽ 1 പ്രാവശ്യവുമാണ് നിർവഹിച്ചത്. തല തടവുമ്പോ ശരിക്കും മുൻഭാഗത്ത് നിന്ന് തുടങ്ങി അത് മുന്നിലേക്ക് കൊണ്ടുപോയി അതേപോലെ തന്നെ തിരിച്ച് മുന്നിലേക്കും കൊണ്ടുവന്നാലാണ് 1 പ്രാവശ്യം തല തടവലാവുള്ളൂ. പിന്നിലേക്ക് മാത്രം തടയാൻ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ചെവിയിൽ വിരലുകൾ ആ ചെവിയുടെ കുഴികളിലൊക്കെ ഇട്ട് കറക്കിയിട്ട് അതെടുക്കണം. അങ്ങനെ ചെവി ഉള്ളം പുറവും തടവണം. കാല് കഴുകേണ്ടതും കൈകൊണ്ട് കഴുകണം. കാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന്റെ വിരലുകൾക്കിടയിലൂടെ കൈ വിരലുകൾ കടത്തി കഴുകിയതാണ്. വെറുതെ അല്ല അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ പള്ളിയിലും പോയ പൈപ്പ് വേണം, അല്ലെങ്കിൽ ഇരിക്കാൻ തിട്ടണമെന്നറിയോ? അത് വെറുതെ വെച്ചല്ല, കാലയിൽ കയറ്റി വെച്ചിട്ട് കൈകൊണ്ട് കഴുകാൻ വേണ്ടിയാണ് ആ പൈപ്പോടെ വെച്ചിരുന്നത്. പക്ഷെ അധികം ആൾക്കാർ വെറുതെ ഇങ്ങനെ കാട്ടലാണ് വെള്ളത്തിന്റെ അടിയിൽ, അല്ലേ? എങ്ങനെ ഒന്നും ശരിയാവാ? അപ്പോ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന് അത്ര ഗൗരവവും ശ്രദ്ധയും സൂക്ഷ്മതയും കൊടുക്കണം. നിങ്ങൾ നിസ്കരിക്കണം അല്ലാഹ് കൂടി നിർബന്ധമില്ല, വേറെ നിസ്കരിച്ചാൽ മതി. പാപം കൊടുക്കണോ സ്വർഗം കിട്ടണോ നിങ്ങൾക്ക് ഏറ്റവും പ്രദേശത്തൊന്നും നിസ്കരിച്ചാൽ മതി. അള്ളാഹ് നിസ്കരിക്കണം ഓരോ നിർബന്ധമില്ല. ലോകത്തോട് മനുഷ്യൻ നിസ്കരിക്കാത്തതുകൊണ്ട് അള്ളാന്റെ ഒന്നും കമ്മിയാവൂല, അള്ളാഹ് കുറയൂല. അതുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധ്യമുണ്ടാകണം. ആ ഒരു ഗൗരവം കൊടുക്കണം, അതിന് ഒരു പ്രാധാന്യം കൊടുക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ അഹ്സന വുദൂഅഹുന്ന, ഏതൊരാൾ ഏറ്റവും നന്നായി ഒളൂ എടുക്കുന്നുവോ, വസ്വലാത്തഹുന്ന വഖതഹിന്ന, സമയത്തിന് നമസ്കരിക്കുന്നുവോ. തോന്നുമ്പോ നിസ്കരിക്കലല്ല, സമയത്തിന് നിസ്കരിക്കണം. ഇഷ്ടംപോലെ പള്ളികളുണ്ട്. ഏത് പള്ളിയിലാണെങ്കിലും ജമാഅത്തിന് പങ്കെടുക്കണം. ആ വഖത്തിന് നമസ്കരിക്കണം, തോന്നുമ്പോ നിസ്കരിക്കരുത്. വളരെ പൂർണ്ണമായി ചെയ്യണം. റുക്കൂ ചില ആളുകൾക്ക് കുനിയാൻ ഭയങ്കര മടിയാണ്. ഇനി കുനിഞ്ഞാലോ ചിലപ്പോ കാലിലേക്ക് നോക്കി നിൽക്കും. റുക്കൂ നോക്കേണ്ടത് കാലിലേക്കല്ല, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കേണ്ടത്. കാല് നോക്കി നിൽക്കാൻ പാടില്ല റുക്കൂ ചെയ്യുമ്പോ, അപ്പൊ റുക്കൂ ശരിയാവൂല. തലയില് ഈ തലയും മുതുകും ഒരേപോലെ വരണം എന്നാണ്. ഒരേപോലെ വരണം, തലയും മുതുകും ഒരേപോലെ വരണം. അത് ഇങ്ങനെ ആവാനും പാടില്ല, ഇങ്ങനെ ആവാനും പാടില്ല. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണം. റുക്കൂ കൃത്യമാകണം. അതിന് ഭയഭക്തി ഉണ്ടാവുകയും ചെയ്യണം. നമസ്കാരത്തിൽ റുക്കൂലും സുജൂദിലൊക്കെ ഭയഭക്തി ഉണ്ടാവണം.
ചില ആൾക്കാർ സുജൂദ് ചെയ്യുമ്പോ കൈയിന്റെ മുട്ട് നിലത്ത് മുട്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നായ കാല് വെക്കുന്ന പോലെ നിങ്ങൾ വെക്കരുത്. നായ എങ്ങനെ കാല് വെക്ക? നായ കാല് കൈയിന്റെ മുട്ട് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കാൻ പാടില്ല. കൈ പൊന്തിയിരിക്കണം, കക്ഷം ഉയർന്നിരിക്കണം. അത് ആണാണെങ്കിലും പെണ്ണാളെന്നെ തന്നെയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു നിയമമൊന്നുമില്ല നമസ്കാരത്തിന്. കൈയിന്റെ കക്ഷം അകന്നിരിക്കണം, കൈ മുട്ടുകൾ പൊന്തിയിരിക്കണം. അല്ലാതെ ഇങ്ങനെ ആവാൻ പാടില്ല. കൈ വിരലുകൾ പരത്തി വെക്കുക. ചില കാലം ഇങ്ങനെ സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ ഈ വിരലുകൾ മാത്രമേ കുത്തിരി സുജൂദ് ചെയ്യുന്ന ആൾക്കാർ കാണാം. ചില ഇങ്ങനെ വെച്ച സുജൂദ് കാണാം. എന്തൊക്കെയോ തോന്നും പോലെ തോന്നിയ നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരം റസൂലുള്ളാഹിയുടെ സുന്നത്ത് പ്രകാരം നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് സുജൂദ് കൃത്യമായി ചെയ്യണം. തല ശരിക്കു വെക്കണം. മൂക്ക് മുട്ടുന്ന രൂപത്തിൽ തല വെക്കണം. അല്ലാതെ ഇങ്ങനെ വയാതൊരു വെറുതെ നിസ്കരിക്കലല്ല. അതുപോലെ പിൻഭാഗം ഉയർന്നിരിക്കണം. നമ്മുടെ സീറ്റ് ഉയർന്നിരിക്കണം സുജൂദ് ചെയ്യുമ്പോൾ. അതിങ്ങനെ പരന്നു കിടക്കരുത്, ഉയർന്നിരിക്കണം. കാലിന്റെ വിരലുകളെല്ലാം ഇങ്ങനെ കുത്തിവെക്കണം. നോർമലായിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ രോഗികൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലാത്തവർക്ക് കാലിന്റെ വിരലുകൾ ഇങ്ങനെ തന്നെ കുത്തിവെക്കണം. ചില ഇങ്ങനെ വെക്കണം. അങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ വെക്കണം. കാലുകളെ ചേർത്ത് വെക്കണം സുജൂദ് ചെയ്യുമ്പോ. ചില കാല് ഇങ്ങനെയല്ല, കാലുകൾ ചേർത്ത് വെക്കണം സുജൂദ് ചെയ്യുമ്പോൾ. ഇങ്ങനെ അതാണ് ഖുശൂ ഉണ്ടാവണമെന്ന്. സുജൂദൊക്കെ ഭയഭക്തിയോടുകൂടി നിർവഹിക്കണം. എങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കുന്നവരുമായി അല്ലാഹു ഒരു കരാറുണ്ട്. അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാമെന്നൊരു കരാറുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നില്ലയോ അവരുമായി അല്ലാഹുവിന്റെ ഒരു കരാറുണ്ട് കേട്ടോ. അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ പാപം പൊറുക്കുന്ന അള്ളാഹു ഏറ്റെടുത്ത നമസ്കാരം അങ്ങനെയായിരിക്കണം എന്നാണ്. മാത്രമല്ല നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, ആ നമസ്കാരം സൂക്ഷ്മതയോടുകൂടി ആര് നിർവഹിക്കുന്നുവോ അവനൊരു ദുനിയാവും ആഖിറത്തും അത് പ്രകാശമാണ്. അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ, നമസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു പ്രകാശം ഉണ്ടാവും, ഒരു സന്തോഷമുണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. മാത്രമല്ല അവന്റെ ജീവിതത്തിൽ ഒരു പ്രകാശമാണ്, പരലോകത്തും അത് പ്രകാശമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു തെളിവാണ്, ഒരടയാളമാണ്. അത് രക്ഷയുമാണ് പരലോകത്ത്. അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നൂറും ബുർഹാനും നജാത്തുമാണ്, ബലത്തിലുള്ളത്. മാത്രമല്ല ആ നമസ്കാരത്തിൽ ആരെ സൂക്ഷ്മത കാണിക്കുന്നില്ലയോ അവനൊരു പ്രകാശവുമില്ല, അള്ളാഹുവിന്റെ അവനൊരു അടയാളവുമില്ല, അവനൊരു രക്ഷാമാർഗവുമില്ല പടച്ചവന്റെ അടുക്കൽ. മാത്രമല്ല നമസ്കാരം കൃത്യമായി നിശ്ചയിക്കാത്ത ആളുകളെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാഹു പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ഹാജരാക്കും. അല്ലാഹു ഏറെ വെറുക്കുന്ന, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ശിക്ഷയേറ്റ് വാങ്ങിയ ഏറ്റവും മോശപ്പെട്ട ഫിർഔനെയും ഹാമാന്റെയും ഖാറൂന്റെയും ഉബയ്യ ഇബ്നു ഖലഫിന്റെയും കൂടെയാണ് നാളെ പരലോകത്ത് അവനെ കൊണ്ടുവരിക. ആരുടെ കൂടെ? ഫിർഔന്റെയും ഹാമാന്റെയും ഖാറൂന്റെ കൂടെയാണ്. നിസ്കാരത്തിൽ സൂക്ഷ്മമല്ല, തോന്നിയ പോലെ നിസ്കരിക്കുന്ന വെറുതെ ചെയ്യുന്ന ആളുകൾക്ക്, കാരണം നിസ്കാരമില്ല, സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടി കാണുന്ന നമസ്കാരത്തെ ഒരു തമാശ അല്ലെങ്കിൽ നേരം പൊക്കാട്ട് ഒരു ചടങ്ങായിട്ട്, ഒരു പൂജാ വഴിപാടായിട്ട് കാണരുത്. എത്രയും പേർക്ക് നമ്മുടെ രക്ഷയുടെ മാർഗമാണ്. പരലോക
സ്ഥലത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു അന്ന അവ്വല മാ യഹാസിബുൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തു. നാളെ പരലോകത്തിൽ മനുഷ്യനോട് അവന്റെ കർമ്മങ്ങൾ ആദ്യമായി ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ഫഇൻ സ്വലഹത ഫഖദ് അഫ്ലഹ വഅൻജഹ, അത് നന്നായാൽ അവർ വിജയിക്കും, കാര്യം നേടുകയും ചെയ്തു. വഇൻ ഫസലത ഖാബ വഖസറ, അത് കുഴപ്പമായാൽ അവർ പരാജയപ്പെടുകയും അവർ അത് നശിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന വിഷയമാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതത്തിലെ നമ്മുടെ പ്രകാശവും നമ്മുടെ തെളിവും ശക്തിയും സമാധാനവുമാവും നമസ്കാരം, അതിന്റെ ഖുശൂഉ ഖുളൂഅോടെ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് പരിപൂർണ്ണ മുസ്ലിമായി വിടകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെയും അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞത്, അതുകൊണ്ട് അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുണ്ടാകണം. നമ്മുടെ ഭാര്യമാരോടും മക്കളോടും നമസ്കാരത്തിന് പ്രാധാന്യം പറയും. ചെറുപ്പത്തിലെ മക്കളെ പള്ളിയിൽ കൊണ്ടുവരണം. കുട്ടികളൊക്കെ പള്ളിയിൽ കൊണ്ട് നിസ്കരിച്ച് ശീലിപ്പിക്കണം. വീടുകളിലൊക്കെ നമസ്കരിപ്പിക്കണം. അങ്ങനെ നമസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന എവിടെ ചെന്നാലും മക്കളുടെ വസീയത്ത്, മോനെ നിസ്കരിക്കാതെ ഒരു നയാ പൈസ നീ സമ്പാദിച്ച് വാപ്പാക്കും ഉമ്മാക്കും തിന്നാൻ തരരുതട്ടോ, അത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതല്ല. നിസ്കരിക്കാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ എത്ര കോടി കിട്ടിയാലും മോനെ ഒഴിവാക്കി പോകണോ, നിസ്കരിക്കാൻ പറ്റുന്ന ജോലി മാത്രം ചെയ്താൽ മതി എന്നൊരു വസിയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർ നിസ്കരിക്കാതെ നിസ്കാരത്തിന്റെ സമയത്ത് ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തിന്നാൻ തരും. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. പരലോകത്ത് മറുപടി പറയേണ്ടി വരും. ആ ഒരു തഖ്വ, ആ ഒരു ഉപദേശം എല്ലാ മക്കൾക്കും നമ്മൾ ചെറുപ്പത്തിലെ നമസ്കാരം ഒഴിവാകുന്ന ഒരു പ്രവൃത്തിക്കും ഞാനില്ല എന്നൊരു സംസ്കാരം നമ്മുടെ മക്കൾക്ക് വളർന്നു വരണം. ഏതാണ് നമ്മുടെ വിജയവും ശക്തിയും എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നമസ്കാരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വളർത്തുന്നതിനിടയിൽ അവർക്ക് വല്ല നമസ്കാരം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ മാപ്പ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥാ. വൃദ്ധരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ആഖിബത്ത് നന്നാക്കണമേ നാഥാ. ധാരാളം രോഗികളായ സഹോദരന്മാർ പലവിധ മാരകമായ രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം അവരുടെ രോഗത്തിന് പരിപൂർണ്ണ ശിഫ നീ നൽകണേ റഹ്മാനെ. പൂർവാധികം കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നീ നൽകണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ولا تشبه حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المصوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.